UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് പുതിയ നിയമത്തിന്റെ വിവരങ്ങൾ പ്രഖ്യാപിച്ചത്. പൊതുജന സേവനവും വ്യാപാര വാണിജ്യ സ്ഥാപനങ്ങളുടെ സുരക്ഷയും ശക്തമാക്കാൻ സഹായിക്കുന്നതാണ് നിയമം. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, പൊതുപരിപാടികൾ, ബീച്ചുകൾ, താമസ കേന്ദ്രങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ പാലിക്കേണ്ട സുരക്ഷാ നടപടികൾ നിയമത്തിലുണ്ട്. മതിയായ ലൈറ്റിംഗ്, വായുസഞ്ചാരം, സുരക്ഷിത പ്രവേശന കവാടങ്ങൾ, ആൾക്കൂട്ട നിയന്ത്രണം എന്നിവ നിർബന്ധമാക്കും. അഗ്നിശമന ഉപകരണങ്ങൾ, എമർജൻസി അലാം, പ്രാഥമിക ചികിത്സാ സൗകര്യങ്ങൾ തുടങ്ങിയവ വ്യാപാര സ്ഥാപനങ്ങളിലും താമസ സമുച്ചയങ്ങളിലും ഉറപ്പാക്കണം. പരിശീലനം നേടിയ സുരക്ഷാ ഉദ്യോഗസ്ഥരെയും നിയമിക്കണം. അനുമതിയില്ലാതെ പടക്കങ്ങൾ, സ്ഫോടക വസ്തുക്കൾ, വിഷാംശമുള്ളതോ എളുപ്പത്തിൽ തീപിടിക്കുന്നതോ ആയ വസ്തുക്കൾ തുടങ്ങിയവ കൈകാര്യം ചെയ്യാൻ അനുവദിക്കില്ല. അപകടകരമായ വസ്തുക്കൾ മാലിന്യ ടാങ്കുകളിലോ അഴുക്കുചാലുകളിലോ നിക്ഷേപിക്കരുത്. നിയമലംഘനങ്ങൾക്ക് 500 ദിർഹം മുതൽ 10 ലക്ഷം ദിർഹം വരെയാണ് പിഴ. തെറ്റാവർത്തിച്ചാൽ പിഴത്തുക 20 ലക്ഷമായി വർദ്ധിപ്പിക്കും. ജൂൺ 1 നിലവിൽ വരുന്ന നിയമത്തിൽ നിയമലംഘനങ്ങൾ കണ്ടെത്താനും റിപ്പോർട്ട് ചെയ്യാനും ദുബായ് മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥർക്ക് ജുഡീഷ്യൽ അധികാരം നൽകിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, ദുബായ്.